ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ. നിങ്ങളവിടെ നല്ല മഴയാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പലയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ, ഒരു പ്രീമിയം എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. എവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, കസ്റ്റമറുടെ ബഡ്ജറ്റ് എത്ര, എങ്ങനെ, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടി, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ നോക്കണേ. കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബാ നമുക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹാമ്പേഴ്സ് വരുന്നത്. അതിൽ 3 ചോക്ലേറ്റ്സ് ഹാമ്പേഴ്സ്, ഒരു നട്ട്സ് ഹാമ്പർ, ഒരു ഡ്രസ് ഹാമ്പർ, ഒരു ചപ്പൽ ബാഗ്, ഇതിൻ്റെ ഹാമ്പറാണ് നമുക്ക് ടോട്ടലായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്ലവർ ബൊക്കയും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് പ്ലസ് നിക്കാഹ് ഫങ്ഷനും കൂടെയാണ്. അതായത് നിക്കാഹും എൻഗേജ്മെൻറ്റും കൂടെ ഒരുമിച്ചുള്ള ഫങ്ഷൻ, അങ്ങനത്തെ ഒരു ഫങ്ഷനാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഹാമ്പർ സെറ്റാക്കാം. ഇത് കസ്റ്റമർ നമ്മളോട് ബഡ്ജറ്റ് പറഞ്ഞു, ഇത്ര ബഡ്ജറ്റാണ് ഞങ്ങളത്, അതായത് 17K ബഡ്ജറ്റാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഹാമ്പേഴ്സ് ചെയ്യണം, പിന്നെ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോയും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഈ ഒരു ബഡ്ജറ്റിന് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഹാമ്പറാണ്. ഇതൊരു മെറ്റൽ ഹാമ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ 1.5 kg ലൂസ് ചോക്ലേറ്റ് ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഫുൾ ബാർ ചോക്ലേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. കസ്റ്റമർ ഇന്ന ചോക്ലേറ്റ് വേണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ പ്രീമിയം ലുക്കിൽ എങ്ങനെയൊക്കെ ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പറ്റും അതേ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇതിൽ ബാർ ചോക്ലേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഡയറി മിൽക്ക് ഉണ്ട്, ബൗണ്ടി ഉണ്ട്, ട്വിക്സ് ഉണ്ട്, അതേപോലെ തന്നെ കിൻഡർ ബ്യൂണോ. ഇത്രയും ചോക്ലേറ്റ് ആണ് ഇതിൽ ബാർ ചോക്ലേറ്റ് ആയിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഡബിൾ ടാപ്പിൻ്റെ പകരം വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടും ഈ ചോക്ലേറ്റൊക്കെ സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഹാമ്പറിൽ ചോക്ലേറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതും ഒരു ചോക്ലേറ്റ് ഹാമ്പർ തന്നെ കേട്ടോ സെറ്റാക്കുന്നത്. ഇത് ഫുള്ളി ട്രാൻസ്പെറൻറ്റ് ബോക്സാണ്. ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്ന് തന്നെയാണ്. അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ഹാമ്പേഴ്സും വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ് കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് ആദ്യം ലൂസ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനി ബാർ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ച് കെറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ബാർ ചോക്ലേറ്റും കൂടെ 2-3 ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു തെർമാക്കോളിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ ഫുള്ള് ഗാലക്സി ചോക്ലേറ്റും മറ്റേ സൈഡിൽ ഫുള്ള് കിക്കറ്റ് ചോക്ലേറ്റും കൂടെ വെച്ചിട്ട് ഈ ഒരു ബോക്സിലും ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചോക്ലേറ്റ് ഹാമ്പറും കൂടെ നമ്മൾ ചോക്ലേറ്റ് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ ചെയ്തതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ സൈസാണ് വരുന്നത്. ഇതും ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഇതിലും നമ്മൾ ആദ്യം ഫുള്ള് ലൂസ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബാർ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ക്വാണ്ടിറ്റി ഇല്ല ചോക്ലേറ്റ് ആട്ടോ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഡയറി മിൽക്കിൻ്റെ ഫാമിലി പാക്ക് 2 പിന്നെ ഫെറാറോ ഉണ്ട്, റാഫലുണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ചോക്ലേറ്റ്, സ്നിക്കേഴ്സ്, ഗാലക്സി വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നട്ട്സ് ഹാമ്പർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ 5 കോളംസ് ഉള്ള നട്ട്സ് ഹാമ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ലെയറിൽ ആൽമണ്ട്, പിന്നെ പിസ്ത, കാഷ്യൂ, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമറിനെ നമ്മളോട് ഇത്ര ഐറ്റംസ് ആണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നട്ട്സ് ഹാമ്പർ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ലിം റാപ്പ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിൽ നിന്ന് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിം റാപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നട്ട്സ് ഹാമ്പറിൻ്റെ സെറ്റിങ് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത് നമുക്ക് ഡ്രസ് ഹാമ്പറും അതേപോലെ തന്നെ ബാഗും ചെരുപ്പും വെച്ചിട്ടുള്ള ഹാമ്പറും സെറ്റാക്കാം. അത് രണ്ടും ഇതേപോലത്തെ അക്രിലിക് ഹാമ്പറിൽ തന്നെ കേട്ടോ സെറ്റാക്കുന്നത്. അടിയിലൊരു വുഡൻ്റെ ട്രേ വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ അക്രിലിക്കിൻ്റെ ഒരു ബോക്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡ്രസ് ഹാമ്പറിൽ നമ്മൾ 2 ഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സും ചെരുപ്പും ബാഗും ഒക്കെ നമുക്ക് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി അടുത്ത ഹാമ്പറിൽ ഒരു ഹാൻഡ് ബാഗും ചെരുപ്പും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്കുള്ളത് ഡെക്കറേഷനാണ്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ. കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് ആൻഡ് വൈറ്റ് തീം വേണം. സോ അതുകൊണ്ട് തന്നെ പിങ്ക് വൈറ്റ് തീമിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഗോൾഡൻ കളറിൽ വരുന്ന ഫോക്സ് ബോൾസും ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര ഫ്ലവറിൻ്റെ സെറ്റാണ് ഉണ്ടാക്കേണ്ടി ആ ഒരു രീതിക്ക് ഞാനിങ്ങനെ ഓരോ
സെപ്പറേറ്റ് ഓരോ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഈ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള തെർമാക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ ഇതേപോലെ ഓരോ ഫ്ലവേഴ്സ് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടില്ല. ആ വീഡിയോ സ്കിപ്പായി പോയതുകൊണ്ടോ ഞാൻ വീണ്ടും ഇത് എടുത്തുകാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അതൊന്നുകൂടെ അവിടുന്ന് പോരാതിരിക്കാൻ വേണ്ടി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ നമുക്ക് വേണ്ട അത്ര ബഞ്ചസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തെർമാക്കോളിൻ്റെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട്, കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലവർ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. പക്ഷെ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക തെർമാക്കോളിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തെർമാക്കോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഫ്ലവർ ഒട്ടിച്ചതിൻ്റെ ശേഷം ഇത് കണ്ടോ, ഇതേപോലെ സൈഡിലും ഉള്ളിലൊക്കെ ആയിട്ട് ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കണം കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് ഡെക്കറേഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല ആ ഒരു അഗ്ലി ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തെർമാക്കോൾ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ റിബൺസ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഉപകാരം നമുക്കുണ്ട്, ഭംഗിയും ഉണ്ടാവും അങ്ങനെ ചെയ്താൽ, അതേപോലെ തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള തെർമാക്കോൾ പുറത്തേക്ക് കാണൂല. മനസ്സിലായോ? അപ്പോൾ ആദ്യം അതേപോലെ റിബൺ ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ടല്ലോ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സെയിം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. എല്ലാം ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ള ഗമ്മൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് പോരാനും ബോക്സ് വൃത്തികേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് എല്ലാം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിമ നമ്മൾ ഫ്ലവർ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കിക്കറ്റ് ഗാലക്സി ഹാമ്പറും അതും സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു തെർമാക്കോൾ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിങ്ക് റിബൺ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫ്ലവർ ബഞ്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള അക്രിലിക് കട്ടും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മളെ ഡ്രസ് ഹാമ്പർ ആണ്. അതും സെയിം മെത്തേഡ് തന്നെ ഫ്ലവർ ബഞ്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെ ലവ് എന്നുള്ള അക്രിലിക് കട്ടാണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക് കട്ടൊക്കെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ശേഷം അടുത്ത ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മളെ ബാഗിൻ്റെ ഹാമ്പറാണ്. ബാഗിൻ്റെ ഹാമ്പറിൽ ചെരുപ്പ് ഞാൻ ജസ്റ്റ് അടിയിൽ കുറച്ച് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് അവിടെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെതർ ചെരുപ്പായതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഹാൻഡ് ബാഗിൻ്റെ താഴെ ഞാൻ നമ്മൾ ഡബിൾ ടാപ്പ് സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഉൾവശത്താണ് കേട്ടോ. ഉൾവശത്ത് ഇതേപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഗ്ലൂ ഗണ്ണ് താഴ്ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് ആക്കിയിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ 4 സൈഡിലായിട്ടും അക്രിലിക് കട്ടിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, കോർണറിൻ്റെ സെറ്റ് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഫ്ലവർ ഉള്ളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് ഭംഗി തോന്നിയത്. സോ അതുകൊണ്ടാണ് ഞാൻ മുകളിൽ വെക്കാതെ ചെയ്തത്. അടുത്തത് നമ്മൾ മെറ്റൽ ഹാമ്പർ ഡെക്കറേഷൻ ചെയ്യുക. അത് ഞാൻ ഇതേപോലത്തെ വൈറ്റ് നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം കവർ ചെയ്തിട്ട് ഫ്ലവർ ബഞ്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫ്ലവർ ബഞ്ച് നമ്മൾ കാർഡ്ബോർഡ് പീസുമേ ഫ്ലവർ ഒട്ടിച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്, തെർമാക്കോളിൽ വെച്ചിട്ടല്ല. ഇതിങ്ങനെ സിമ്പിളായിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ നെറ്റ്സ് ഹാമ്പർ ആണ്. നെറ്റ്സ് ഹാമ്പർ ഞാൻ സെയിം നെറ്റിൻ്റെ ഫ്ലവർ, മറ്റിൽ വൈറ്റ് ആണെങ്കിൽ ഇതിൽ ലൈറ്റ് പിങ്ക് നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കെട്ടി കൊടുത്തിട്ട് ഫ്ലവർ ബഞ്ച് ഇതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഹാമ്പേഴ്സിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫ്ലവർ ബൊക്കയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ബൊക്കേൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് അത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്മളെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എൻഗേജ്മെൻറ്റ് ഹാമ്പറിന് ഓർഡേഴ്സ് തരാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.